സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 6 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൽ തന്നെ ഫാരഡേയ്സ് ഫസ്റ്റ് ലോ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് എന്താണ് ഫാരഡേയ്സ് ഫസ്റ്റ് ലോ നമുക്കറിയാം. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിക്സ് ആണ് അറിയിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് ഫാരഡേയ്സ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ നമ്മോട് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡിനെ കുറിച്ചാണ്. അഥവാ നമ്മൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ഇടയിൽ ചലിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറുമായി അല്ലെങ്കിൽ ഇതിന് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഫാരഡേയ്സ് ഫസ്റ്റ് ലോ പറയുന്നുണ്ട്. ആ ഇൻഡ്യൂസ്ഡ് EMF എത്രത്തോളം ഉണ്ടാവും, അതിൻ്റെ അളവ് എത്രയാണ്, അതെന്തുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ നമുക്കൊന്ന് നോക്കാം. The magnitude of EMF induced in a conductor or coil is directly proportional to the rate of change of flux linkage. Magnitude of EMF induced ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ കണ്ടക്ടറിൽ അല്ലെങ്കിൽ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അത് നേർ അനുപാതമാണ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് കട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റിന്, അഥവാ ഫ്ലക്സ് കട്ടിങ്ങിൻ്റെ റേറ്റിന് അത് നേരനുപാതം. എത്രത്തോളം ഫ്ലക്സ് കട്ട് ചെയ്യുന്നു അത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഫ്ലക്സ് കട്ടിങ്ങിൻ്റെ റേറ്റ് കൂടുന്നിടത്തോളം ഇൻഡ്യൂസ്ഡ് EMF കൂടും. അപ്പോൾ പതുക്കെ നമ്മൾ മാഗ്നറ്റ് ചലിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ട് ഫിഗർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ നമ്മളെന്താ കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാഗ്നറ്റ് പതുക്കെ ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമത്തേതിൽ നമ്മൾ ഈ മാഗ്നറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ ഗാൽവനോമീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇത് എത്രത്തോളം സ്പീഡിലാണ് ഇങ്ങോട്ട് അടുപ്പിക്കുന്നത്, അപ്പോൾ ഇവിടെ പതുക്കെയാണ് നമ്മൾ ചലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ വോൾട്ടേജ് ഇതിൽ കാണിക്കുള്ളൂ. എന്നാൽ നമ്മൾ ഈ രണ്ടാമത്തിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാൽവനോമീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കൂടുതൽ വോൾട്ടേജ്. ഇതിൽ റെഡ് മാർക്കായിട്ടാണ് ഒന്നിലും രണ്ടിലും ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരോ മാർക്ക് ഇവിടെ ഉള്ളത്, രണ്ടാമത്തിൽ ആരോ മാർക്ക് എൻഡിലുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ വോൾട്ടേജ് ഇതിൽ രണ്ടാമത്തെ ഗാൽവനോമീറ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതിൽ നമ്മൾ പതുക്കെ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്, പതുക്കെയാണ് നമ്മൾ ചലിപ്പിച്ചത്. അപ്പോൾ അവിടെ ഫ്ലക്സ് കട്ടിങ്ങിൻ്റെ തോത് കുറവാണ്. എന്നാൽ രണ്ടാമത്തേന് ഫാസ്റ്റായിട്ട് നമ്മൾ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് കൂടി. അപ്പോൾ എന്ത് ചെയ്തു, EMF ഇൻഡ്യൂസ് ചെയ്തിരുന്നു കൂടി, അഥവാ വോൾട്ടേജും കൂടി. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫാസ്റ്റായിട്ടാണോ മാഗ്നറ്റിനെ ചലിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഫാസ്റ്റായിട്ട് നമ്മൾ മാഗ്നറ്റിനെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹൈ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് EMF ഇൻഡ്യൂസ്ഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ EMF ഇൻഡ്യൂസ്ഡ് കൂടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFും കുറഞ്ഞു കഴിയും. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടറിനെ അല്ലെങ്കിൽ മാഗ്നറ്റിനെ കൂടുതൽ സ്പീഡിൽ ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ജനറേറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ കേസിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കണ്ടക്ടർ വളരെ ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RPM കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കൂടുന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്.
Magnitude of EMF induced in a conductor or a coil is directly proportional to the rate of change of flux linkage. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. നമ്മൾ ഫാരഡേസ് ലോ പറയുന്നത് വെച്ചാൽ ഫാരഡേസ് ഫസ്റ്റ് ലോ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിക്സ് ആണെങ്കിൽ സെക്കൻഡ് ലോ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ. എന്നാൽ ഈ ഒരു സംഭവം പറയാത്തൊരു കാര്യമാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, അത് എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് രണ്ടും മൈക്കൽ ഫാരഡേ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിന് ഈ കണ്ടക്ടറിൽ ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും, ഇലക്ട്രിസിറ്റി ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും, അതെന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് പറയുന്നത്. ഫ്ലെമിങ്സ് വലത് കൈ നിയമം. അപ്പം നമ്മൾ വലത് കൈ എടുക്കുകയാണ്. ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് പറയുന്നത് നോക്കാം. സ്ട്രെച്ച് ഔട്ട് ദി ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ്. നമ്മൾ വലത് കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലും നമ്മൾ നിവർത്തി വെക്കുക. എങ്ങനെയാണ് അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ, ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒന്നൊന്നിന് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ നമ്മൾ 3 വിരലുകളും നിവർത്തി വെക്കുക, ചിത്രത്തിൽ കാണിച്ചതുപോലെ. അപ്പോൾ ഇവിടെ ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ, നടുവിരൽ ഇങ്ങോട്ട്, ഇത് തമ്മിൽ 90 ഡിഗ്രിയാണ്. അതുപോലെ നമ്മളെ തള്ളവിരൽ അത് മേൽപോട്ടാണ്, അതും തമ്മിൽ 90 ഡിഗ്രിയാണ്. മൂന്നും തമ്മിൽ 90 ഡിഗ്രി രീതിയിൽ നമ്മളെ വലത് കൈയിനെ വിരലുകളെ നിവർത്തി വെക്കുക, ഈ 3 വിരലുകളെയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ ചൂണ്ടുവിരൽ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിനെ അറിയിക്കുന്നു, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ, ഈ ഒരു മാഗ്നറ്റിൻ്റെ ഇവിടെ നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് ടു സൗത്ത് ആണ് എപ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ ചൂണ്ടുവിരൽ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിനെ അറിയിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ തള്ളവിരൽ നമ്മൾ മോഷൻ ഓഫ് ദി കണ്ടക്ടർ, നമ്മൾ ഈ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ ചലിപ്പിക്കുന്നതിന് ഡയറക്ഷൻ തമ്പ് അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ഡയറക്ഷനിലേക്കാണെങ്കിൽ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക നടുവിരലിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിലായിരിക്കും. എന്താണെന്നുകൂടെ പറയാം. എന്താണ്, നമ്മൾ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ തള്ളവിരൽ നമ്മൾ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ കോയിലിൻ്റെ മോഷൻ, അഥവാ നമ്മൾ ഈ കണ്ടക്ടർ ചലിപ്പിക്കുന്നത് മേലോട്ട് താഴോട്ട് അല്ലെങ്കിൽ മേലോട്ടാണെങ്കിൽ, മേലോട്ട് താഴോട്ടല്ല, താഴോട്ടാകുമ്പോൾ ഡയറക്ഷൻ മാറും, മേലോട്ടാണെങ്കിൽ മേലോട്ടുള്ള ഡയറക്ഷനിലാണ് നമ്മൾ കണ്ടക്ടർ ചലിപ്പിക്കുന്നതെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എങ്ങോട്ടായിരിക്കും, നമ്മൾ നടുവിരലിൻ്റെ അഥവാ മുന്നോട്ട് ഈ ഒരു ഡയറക്ഷനിൽ നടുവിരലിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിലായിരിക്കും. കണ്ടീഷൻ എന്താ, ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും മുകളിലോട്ട് അഥവാ തള്ളവിരലിൻ്റെ ഡയറക്ഷനിൽ മോഷൻ ഓഫ് കണ്ടക്ടറും ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നമ്മളോട് ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്ലോ ഇലക്ട്രോൺസ് അഥവാ നമ്മളെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിംഗിൾ ലൂപ്പ് AC ജനറേറ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ജനറേറ്റർ എന്ന് പറയാം. ആദ്യം ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈസാണ്.
It produces electrical energy from mechanical energy. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ മെക്കാനിക്കൽ എനർജി, ഇപ്പോൾ റൊട്ടേഷൻ ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഒരു കറക്കം അല്ലെങ്കിൽ ചലനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറേറ്റർ നമ്മളെപ്പോഴും അത് ജനറേറ്ററിലേക്ക് റൊട്ടേഷനാണ് എപ്പോഴും കൊടുക്കുക. അത് നമ്മളൊരു വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മളൊരു IC എൻജിൻ, ഒരു എൻജിൻ്റെ സഹായത്താൽ, ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ജനറേറ്റർ, അല്ലെങ്കിൽ നമ്മൾ പല കടകളിലൊക്കെ ജനറേറ്റർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ജനറേറ്റർ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിലേക്ക് ജനറേറ്ററിൻ്റെ കൂടെ ഒരു പ്രൈം മൂവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻജിന് കൂടെ ഉണ്ടാവും. ആ എൻജിനിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ കെറോസിൻ ഉപയോഗിച്ചിട്ട് ഓടുന്ന എന്തെങ്കിലും ഒരു എൻജിൻ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ആ ഒരു ഫ്യൂൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻജിൻ എന്ത് ചെയ്യും? ഒരു റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കറക്കം മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻജിൻ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെക്കാനിക്കൽ എനർജിനെ നമ്മൾ ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്യുക. ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷനെ നമ്മൾ ജനറേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ജനറേറ്ററിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്കറിയാം, ഫാരഡേസ് ലോ പ്രകാരമാണ് ഏതൊരു ജനറേറ്ററും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. കാരണം നമ്മൾ കണ്ടു, ഫാരഡേസ് ലോ പ്രകാരം നമ്മളൊരു മാഗ്നറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു കോയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടർ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യുന്നിടത്തോളം കാലം അതിൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് ഫാരഡേസ് ലോ പ്രകാരം നമ്മൾ കണ്ടു. അത് തന്നെയാണ് ഒരു ജനറേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്. അതിൽ തന്നെ എന്താണ്, AC ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്. AC ജനറേറ്റർ ആൾസോ കാൾഡ് ആൾട്ടർനേറ്റർ. എന്താണ് AC ജനറേറ്റർ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റർ. നമ്മൾ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഡയറക്റ്റ് കറണ്ട് നമ്മൾ പറഞ്ഞു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറണ്ടുകളെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ കിട്ടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്നാൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ നിന്നൊക്കെ നമ്മൾ കിട്ടുന്നത് അതെപ്പോഴും കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡിലായിരിക്കും. അതാണ് ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററുകളെയാണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററുകളെ AC ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ, തിയററ്റിക്കലായിട്ട് ഒരു ജനറേറ്റർ, സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അഥവാ എങ്ങനെയാണ് ഒരു സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ അഥവാ ഒരു സിംഗിൾ ഫേസ് AC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ രണ്ട് മാഗ്നറ്റുകൾ കൺസിഡർ ചെയ്യാൻ, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓഫ് രണ്ട് മാഗ്നറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് മാഗ്നറ്റുകളും അടുത്താണ് വെച്ചിട്ടുള്ളത്. ഈ മാഗ്നറ്റിൻ്റെ ഈ സൈഡ് നോർത്ത് പോളും ഈ മാഗ്നറ്റിൻ്റെ ഈ സൈഡ് സൗത്ത് പോളുമാണ്. അത് നോർത്ത് പോളും സൗത്ത് പോളും മുഖാമുഖമായിട്ട് നമ്മൾ കുറച്ച് വിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ലൈൻസ് കണ്ടു. എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആണ്. രണ്ട് മാഗ്നറ്റുകളുടെ ഇടയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാം. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഈ രണ്ട് മാഗ്നറ്റുകളുടെ ഇടയിൽ നമ്മളൊരു കോയിലിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് ABCD എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്, ഈ ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കോയിൽ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ആ കോയിലുള്ളത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, അഥവാ നമ്മൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഒരു കോയിലുള്ളത്. ഈ ഒരു കണ്ടീഷനിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഈ കോയിലിൽ കട്ട് ചെയ്യുന്നത് മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ 0 ആണെന്ന് തന്നെ പറയാം. ഇപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിങ്ങനെ ചലിപ്പിക്കാതെ അവിടെ വെച്ചിട്ടാണ്. നമ്മളത് ചലിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ, അത് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്താൽ മാത്രമേ അതിൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം ഈ ഒരു കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ കോയിലിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഒരു ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. അഥവാ അതിനെ നമ്മൾ ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ ഇത് 90 ഡിഗ്രി ഡയറക്ഷനിലാണുള്ളത്. ഈ ഒരു ഇതിന് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് 90 ഡിഗ്രിയിലുള്ളത്. ഇനി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്ത് അപ്പോൾ ഇതെന്താണ്, ഇത് ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 90 ഡിഗ്രി ഉള്ളത് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് പാരലലാവും, ഇങ്ങനെയാവും. ഇത് ഈ ഒരു കോയിൽ ശ്രദ്ധിക്കുക, ഈ ഒരു കോയിൽ നമ്മൾ ഇപ്പോൾ 90 ഡിഗ്രിയിലാണ്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങുകയാണ്. ഇങ്ങോട്ട് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ മലന്ന് വന്ന് നേരെ പാരലൽ ഡയറക്ഷനിൽ വരും. ഇപ്പോൾ നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ ഉള്ളത് അതിങ്ങനെ ഒരു 90 ഡിഗ്രി ഓരോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ചെരിഞ്ഞ് വന്നിട്ട് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാരലൽ ഡയറക്ഷനിലായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ നേരെ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ആ ലൈൻസ് പാസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ പാരലൽ ഡയറക്ഷനിലാവും. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൽ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു കോയിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇത് പുറത്തൊരു ബൾബിലേക്ക് കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വോൾട്ടേജ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. അപ്പോൾ ആൾറെഡി നമ്മൾ 90 ഡിഗ്രി ആയപ്പോൾ അതിൽ 0 ആയിരുന്നു. പെർപെൻഡിക്കുലർ ആയപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യുന്നത് 0 ആയിരുന്നു. ആ ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യുന്നത് നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അത് കൂടി വന്ന് പാരലൽ ഡയറക്ഷനിലായപ്പോഴത്തേന് ഇത് മാക്സിമം ആയിട്ടുണ്ടാവും. അഥവാ നമ്മൾ ഇതൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഗാൽവനോമീറ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കോയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറുള്ള കോയിൽ ആദ്യം 0-ലായിരുന്നു. ഇതാണ് 0, XY ആക്സിസ് ആണിത്. ടൈമിനനുസരിച്ച് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ടൈം ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് 0 ആയിട്ടുള്ള വോൾട്ടേജ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടി നമ്മൾ ഇത് പാരലൽ ഡയറക്ഷനിലാവുമ്പോഴത്തേന് ഈ ഇൻഡ്യൂസ്ഡ് EMF അഥവാ 90 ഡിഗ്രി കഴിയുമ്പോൾ ഇത് മാക്സിമം ആവും. അപ്പോൾ ഇത് പാരലൽ ഡയറക്ഷനിലാവുമ്പോൾ പരമാവധി ഫ്ലക്സ് ലൈൻസ്, കാരണം അതേ പാരലൽ ഫ്ലക്സ് ലൈൻസിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഈ കോയിൽ വരിക, പാരലൽ ഡയറക്ഷൻ വരുമ്പോൾ അപ്പോൾ മാക്സിമം ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആവും. ഇനി നമ്മളിപ്പോൾ ഈ പാരലലായി ഇതിങ്ങനെ കറങ്ങി പാരലലായി വീണ്ടും നമ്മൾ കറക്കുകയാണ്. വീണ്ടും കറങ്ങുന്ന സമയത്ത് ഇപ്പോൾ കറങ്ങി ഉള്ള ഈ ABCD എന്ന് പറഞ്ഞ കോയിൽ നമ്മൾ ഇങ്ങനെ വന്നു, AB ഇവിടെ എത്തി, CD ഇവിടെ ഇങ്ങനെ വന്നു പാരലലായി. ഇനി നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ CD എന്ന് പറഞ്ഞ ഭാഗം മുകളിലോട്ട് വരും. ഇപ്പോൾ AB എന്ന് പറഞ്ഞ ഭാഗമാണ് ആദ്യം മുകളിലുണ്ടായിരുന്നത്, നേരെ തിരിഞ്ഞ് AB താഴോട്ട് CD മേലോട്ടെത്തും. വീണ്ടും നമ്മൾ കറക്കി കഴിഞ്ഞാൽ പാരലൽ ഡയറക്ഷനിൽ വീണ്ടും നമ്മൾ കറക്കി കഴിഞ്ഞാൽ വീണ്ടും കറങ്ങി 90 ഡിഗ്രി ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആകും വീണ്ടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആയത് വീണ്ടും കുറഞ്ഞു വരിക, കാരണം അത് പിന്നെയും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും കുറഞ്ഞു 180 ഡിഗ്രി ആകുമ്പോൾ 180 ഡിഗ്രി കഴിയുമ്പോൾ
എ ബി എന്ന് പറഞ്ഞ ഭാഗം താഴോട്ടെത്തും, എ ബി എന്ന് പറഞ്ഞ ഭാഗം താഴോട്ടും സി ഡി എന്ന് പറഞ്ഞ ഭാഗം മുകളിലോട്ടെത്തും. അപ്പോൾ ഇതിന് വീണ്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മിനിമായി 0 ആയി. അഥവാ 180 ഡിഗ്രി കഴിയുന്ന സമയത്ത് വീണ്ടും 90 ഡിഗ്രിയിൽ മാക്സിമം 180 ഡിഗ്രിയിലാകുമ്പോൾ വീണ്ടും മിനിമം ആവും. കാരണം അപ്പോൾ ഇത് എന്ത് ചെയ്യും, വീണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെത്തിയിട്ടുണ്ടാവും, ഫ്ലക്സ് ലിങ്കേജ് മിനിമം ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ഇത് നമ്മളിങ്ങനെ കോയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന സംഭവമാണ്, അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന സംഭവമാണ്. നമ്മളൊരു ഈ കോയിൽ നമ്മൾ ജനറേറ്ററിനകത്ത് ഒരു സെക്കൻഡിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 100 പ്രാവശ്യം, അല്ലെങ്കിൽ 200 പ്രാവശ്യം, അല്ലെങ്കിൽ 1000 പ്രാവശ്യം, 1500 RPM ഇത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ 1000 പ്രാവശ്യം ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എന്താണ് കൂടുതൽ പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മാഗ്നറ്റിന് എന്താണ് വോൾട്ടേജ് കൂടുക കുറയുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, അതാണ് നമ്മൾ പറഞ്ഞു, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിലത്തെ ബൾബൊന്നും മിനിങ്ങാത്ത നമുക്ക് എന്താണ് ആ കറണ്ടിൻ്റെ ഉള്ളിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ടൈമിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിലും കൂടുതൽ സ്പീഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 0 ആയി. ഈ എ ബി എന്ന് പറഞ്ഞ ഭാഗം ഇത് നേരെ തിരിച്ചു വന്നു. എ ബി എന്ന് പറഞ്ഞ ഭാഗം താഴെ എത്തി, സി ഡി എന്ന് പറഞ്ഞ ഭാഗം മുകളിലെത്തി, നേരെ തിരിഞ്ഞു വന്നു. അപ്പോൾ ഇതിന് വീണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായി, വീണ്ടും ഫ്ലക്സ് മിനിമായി. ഇനിയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 180 ഡിഗ്രി കഴിഞ്ഞു. 180 പിന്നെ മുകൾ ഭാഗത്താണ് സി ഡി ഉള്ളത്, താഴെ ഭാഗത്ത് എ ബി എന്ന് പറഞ്ഞ പോർഷൻ, മുകൾ ഭാഗത്താണ് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ, താഴെ ഭാഗത്ത് എ ബിയും. വീണ്ടും നമ്മളിപ്പോൾ ഇത് പെർപെൻഡിക്കുലർ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ വീണ്ടും വോൾട്ടേജ് കൂടി വരും. കാരണം പാരലൽ ഡയറക്ഷനിലേക്കാണ് വീണ്ടും പോകുക. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ എ ബി ആണ് മുകളിൽ, ഇപ്പോൾ സി ഡി ആണ് മുകളിൽ. അപ്പോൾ ഡയറക്ഷൻ മാറും. ഈ കോയിൽ തലകുത്തനെയുള്ളത് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, നേരെ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ മാറി, കറണ്ട് ഫ്ലോ നേരെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മാക്സിമം ആയിക്കൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ 270 ഡിഗ്രി എത്തുന്ന സമയത്ത് സി ഡി എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ എത്തും, എ ബി എന്ന് പറഞ്ഞ ഭാഗം ഈ സൈഡിലെത്തും. അപ്പോൾ എന്ത് ചെയ്യും, പാരലൽ ഷേപ്പിൽ തന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇ എം എഫ് മാക്സിമം ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലേക്ക് തന്നെ നമ്മളെ കോയിലെത്തും. അഥവാ കോയിൽ നേരെ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി മുകളിൽ, എ ബി സി ഡി അങ്ങനെ മുകളിൽ എ ബി സി ഡി താഴെ വെച്ച് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വരും. ആ സമയത്ത് എന്താണ്, വീണ്ടും ഫ്ലക്സ് ലിങ്കേജ് മിനിമം 0 ആവും. അപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് വന്ന് 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കൂടി മാക്സിമായി 90 ഡിഗ്രി എത്തും മാക്സിമായി, വീണ്ടും 180 ഡിഗ്രി മിനിമായി, വീണ്ടും 90 ഡിഗ്രി കഴിയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമായി, വീണ്ടും നമ്മൾ 360 ഡിഗ്രി പഴയ കോയിൽ നമ്മൾ പഴയ ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ വീണ്ടും എന്ത് ചെയ്തു, 0 ആയി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ ഫസ്റ്റത്തെ 90 ഡിഗ്രിയിൽ അഥവാ പാരലൽ ഡയറക്ഷനിൽ ഈ ഒരു കോയിൽ വരുന്ന സമയത്തൊക്കെ മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. അഥവാ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും അഥവാ ഫസ്റ്റ് നമ്മൾ ഈ കോയിൽ നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ തലകുത്തനെ താഴെ എത്തിയതിന് ശേഷം വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും, പാരലൽ കണ്ടീഷനിൽ രണ്ടും മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് നമ്മൾ വെച്ച സമയത്തും പിന്നെ 180 ഡിഗ്രി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് എത്തും, വീണ്ടും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, മിനിമമായി ഫ്ലക്സ് ലിങ്കേജ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് മിനിമം ആവും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആവും. വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മളിത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും ഇത് എന്ത് ചെയ്യും, പഴയ പോലെ തന്നെ ഇതുപോലെ വീണ്ടും കൂടും കുറഞ്ഞത് ഇങ്ങനെ ഈ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ട് നമ്മൾ ഈ കോയിൽ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യും, എത്ര കാലം റൊട്ടേറ്റ് ചെയ്യും, അത്ര എന്ത് ചെയ്യും, കറണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ എന്താണ്, ഇങ്ങനെ സൈക്ലിക്കായിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി ജനറേറ്റ് ചെയ്യുന്ന എ സി ജനറേറ്റർ
ഒരു സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്ത് ഈ ഒരു കോയിൽ, ഒറ്റ കോയിലിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം കമ്പി ചുരുളുകൾ അല്ലെങ്കിൽ കോയിൽ ഇതിൽ പ്ലേസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് മാക്സിമം ഫ്ലക്സിൽ കട്ട് ചെയ്യുന്നത് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനനുസരിച്ചും കൂടുതൽ വോൾട്ടേജ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഒരു ജനറേറ്ററിൽ, സിംഗിൾ ലൂപ്പ് AC ജനറേറ്ററിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്ന സർക്യൂട്ടുകളിലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസാണ്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫ്രീക്വൻസിയാണ്. എന്താണ് ഫ്രീക്വൻസി? ഇപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, ഏത് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ. അപ്പം അതിൻ്റെ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഇതാണ് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവും. അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. ഇതിന് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ ഇത്രയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇത്ര പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സൈക്കിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്രീക്വൻസി മനസ്സിലാക്കാൻ എളുപ്പമാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഒരു സൈക്കിൾ. നെക്സ്റ്റ് അടുത്ത സൈക്കിൾ ഉണ്ടാവും. ഓരോ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് അടുത്ത സൈക്കിൾ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. എന്നാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും? നമ്മൾ ഇവിടെ ടൈം സെക്കൻഡ്സിൽ എടുക്കുകയാണ്, ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് എന്നാണ് സമയം കൊണ്ട് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അതാണ് എൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ വളരെ കൂടുതൽ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ മതി. ഇപ്പോൾ നമ്മൾ വീടുകളിലെ AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 50 ഹെഡ്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്, HERTZ, ഹെഡ്സ്. HZ എന്നുകൊണ്ട് ഷോർട്ടായിട്ട് നമ്മൾ അറിയിക്കും, ഹെഡ്സ്. അപ്പോൾ ആ ഹെഡ്സ്, എത്ര ഹെഡ്സാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ലൈനിൽ വരുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം 50 ഹെഡ്സ് ആണ്. ഈ 50 ഹെഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 50 പ്രാവശ്യം ഒരു സെക്കൻഡിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, 50 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യും. ഇതുപോലത്തെ 50 സൈക്കിള് ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ബാക്കി നമുക്ക് മാക്സിമം വാല്യൂ, ആവറേജ് വാല്യൂ, RMS വാല്യൂ ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.